മൊറോക്കയിലെ ഒരു ഗ്രാമത്തിലോ കൈറോയിലെ ഒരു തെരുവിലോ നിൽക്കുന്ന അനുഭവം കോഴിക്കോട് നഗരമധ്യത്തിൽ നിൽക്കുന്ന ഒരിടമുണ്ട്, കുറ്റിച്ചിറ. നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നെത്തിയവർ ഇവിടെ തങ്ങളുടെ വേരുകൾ കണ്ടെത്തി. അറബികൾ മാത്രമല്ല, ഗുജറാത്തിൽ നിന്നുള്ള ജൈനന്മാരും വൈഷ്ണവരും മുംബൈ വഴി എത്തിയ ദാവൂദി ബോറകളും വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് അഭയം തേടിയ സിദ്ദികളും ഈ 5 കിലോമീറ്റർ ചുറ്റളവിൽ സഹോദര്യത്തോടെ വസിക്കുന്നു. കുറ്റിച്ചിറയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ സാമൂഹിക ഘടനയാണ്. ഇസ്ലാമിക ലോകത്ത് അപൂർവമായി മരുമക്കത്തായം ഇവിടെ നിലനിന്നിരുന്നു. അറബ് വ്യാപാരികൾ 6 മാസം നീളുന്ന മൺസൂൺ കാറ്റിനായി കാത്തിരിക്കുമ്പോൾ ഇവിടെ വിവാഹം കഴിക്കുകയും ഭാര്യ വീടുകളിൽ താമസിക്കുകയും ചെയ്തു. ഇത് പുതിയാപ്പിള സൽക്കാരത്തിന് ജന്മം നൽകി. 50-ലധികം മുറികളുള്ള 100-ലധികം ആളുകൾ ഒരേ സമയം താമസിക്കുന്ന കൂറ്റൻ തറവാടുകൾ ഇവിടെ രൂപപ്പെട്ടു. ഇവിടെ സ്ത്രീകൾക്ക് വലിയ അധികാരവും ആദരവും ഉണ്ടായിരുന്നു. വീടിന്റെ അകത്തളങ്ങളിൽ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ മൊല്ലാച്ചിമാർ എന്ന വനിതാ അധ്യാപികമാർ കുറ്റിച്ചിറയുടെ മാത്രം പ്രത്യേകതയായിരുന്നു. ഭക്ഷണമാണ് കുറ്റിച്ചിറയുടെ മറ്റൊരു ഭാഷ. അറബ് രുചികളും മലബാറിന്റെ മസാലകളും ചേർന്നൊരുക്കിയ ഒരു മാന്ത്രിക ലോകമാണിത്. ഓരോ പുതിയാപ്പിള സൽക്കാരവും ഒരു ഉത്സവമാണ്. എന്നാൽ ഇതിനപ്പുറം രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനത കൂടിയുണ്ട്. 1921 മലബാർ സമരത്തിന്റെ അലയൊലികൾ ഇവിടെയും എത്തിയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പടപ്പുരുത്തിയ മമ്പറം തങ്ങളെ പോലുള്ളവരുടെ ആശയങ്ങൾ ഇവിടെ വലിയ സ്വീകാര്യത ലഭിച്ചു. മതവും കച്ചവടവും കലയും വിപ്ലവവും ഒരുപോലെ ഒഴുക്കുന്ന കുറ്റിച്ചിറ കേരളത്തിന്റെ മതേതരത്തിന്റെ യഥാർത്ഥ അടയാളമാണ്.